Hello friends, welcome back to my channel Biomate. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc കോംപ്ലിമെന്ററി ബോട്ടണി സെമസ്റ്റർ 2 ഫൈക്കോളജി എന്ന മൊഡ്യൂളിലെ അതായത് മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ ഫിയോഫൈസി എന്ന ആൽഗെ ഗ്രൂപ്പ് ഓർ ബ്രൗൺ ആൽഗെ ആൽഗെ ഗ്രൂപ്പിലെ സർഗാസം എന്ന ആൽഗയുടെ എസ്സേ ടൈപ്പ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ ഓഫ് ദി സർഗാസം. അത് എസ്സേ ടൈപ്പ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. അതല്ലാതെ അതിൻ്റെ 2 മാർക്സ് 4 മാർക്സ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത് തന്നെ. അതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് പതിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു എസ്സേ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫിയോഫൈസിയെ കുറിച്ച് എഴുതുക. ബ്രൗൺ ആൽഗെ ആണെന്നും പിന്നെ അതിൻ്റെ കുറച്ച് ജനറൽ ഫീച്ചേഴ്സ് 2-3 ജനറൽ ഫീച്ചേഴ്സും പിന്നെ വരുന്നത് ആ കളറേഷൻ പിഗ്മെന്റ് സാന്തോഫിൽ ഫ്യൂക്കോസാന്തിനാണ് നമുക്കറിയാം. അതെന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് സർഗാസത്തിനെ കുറിച്ച് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് സർഗാസം എന്ന് ജസ്റ്റ് ഒരു കണ്ടന്റ് എഴുതുക. സർഗാസം ഈസ് അതർവൈസ് നോൺ ആസ് ഗൾഫ് വീഡ് ഓർ സീവീഡ്. സീവീഡ് അല്ലെങ്കിൽ ഗൾഫ് വീഡ് എന്നാണ് സർഗാസത്തിനെ അറിയപ്പെടുന്നത്. ആൻഡ് വാസ് എ വെൽ നോൺ മറൈൻ ആൽഗെ. ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി സീൻ ഇൻ മറൈൻ. മറൈനിലാണ് കൂടുതലായിട്ടും എക്സ്ക്ലൂസീവ്ലി കാണുന്നത് മറൈനിലാണ്. അതുകൊണ്ട് തന്നെ അതൊരു മറൈൻ ആൽഗയാണ്. ഇനി അവരുടെ സ്ട്രക്ചേഴ്സ് ആണ് ബോഡി സ്ട്രക്ചർ. അതിൽ ഫസ്റ്റ് വരുന്നത് താലസ് സ്ട്രക്ചർ ആണ്. നമുക്ക് താലസ് സ്ട്രക്ചർ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. അപ്പോൾ താലസ് സ്ട്രക്ചറും ഉണ്ട് ഇന്റേണൽ സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ താലസ് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്ലാൻ ബോഡി ഈസ് എറക്റ്റ് ആൻഡ് ബുഷി സ്പോറോഫൈറ്റ്. അവിടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എറക്റ്റ് ആണ്. എറക്റ്റ് എന്ന് പറഞ്ഞാൽ എറക്റ്റ് ആയിട്ട് നിൽക്കുന്ന പറയത്തില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ബോഡിയാണ് അവർക്കുള്ളത്. പിന്നെ ബുഷി ടൈപ്പ് സ്പോറോഫൈറ്റ് ആണ് അവരുടെ പ്ലാൻ ബോഡിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബുഷി ടൈപ്പ് സ്പോറോഫൈറ്റ് ആണ്. പിന്നെ വരുന്നത് താലസിന്റെ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ താലസ് പാർട്ടിലെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ബേസൽ ഹോൾഡ് ഫാസ്റ്റും ദെൻ സിലിണ്ടറിക്കൽ മെയിൻ ആക്സിസും ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു താഴെയായിട്ട് ഒരു ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. ഹോൾഡ് ഫാസ്റ്റിൽ നിന്നും ഒരു സിലിണ്ടറിക്കൽ മെയിൻ ആക്സിസ് പോകുന്നുണ്ട്. ആ മെയിൻ ആക്സിസിൽ നിന്നും ഒരുപാട് ലാറ്ററൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ട്രീസിനെ പോലെ ഒരു ഹോൾഡ് ഫാസ്റ്റ് അവർക്കില്ല. ഈ ഹോൾഡ് ഫാസ്റ്റ് എന്തിനാണ്? ഇതൊരു സെസൈലായിട്ടുള്ള ആൽഗെ ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് ഒരു ഓർഗൻ വേണം. ആ ഒരു പാർട്ട് അതാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഡിസ്കോയിഡ് ഷേപ്പിലാണ് കാണുന്നത്. ആ ഡിസ്കോയിഡ് ഷേപ്പായിട്ടുള്ള ഹോൾഡ് ഫാസ്റ്റ് നല്ല രീതിയിൽ അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കും ഗ്രൗണ്ടിൽ. എന്നിട്ട് അതിൽ നിന്നും ഒരു സിലിണ്ടറിക്കൽ മെയിൻ ആക്സിസ് ഉണ്ട്. ആ മെയിൻ ആക്സിസിൽ നിന്നും ഒരുപാട് ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ട്. മെയിൻ ആക്സിസ് ഹോൾഡ് ഫാസ്റ്റിൽ നിന്നാണ് അറൈസ് ചെയ്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെവറൽ പ്രൈമറി ബ്രാഞ്ചസ് ആർ ഗിവൺ ഔട്ട് ഫ്രം ദ മെയിൻ ആക്സിസ്. ദേ ആർ കാൾഡ് പ്രൈമറി ലാറ്ററൽസ് ഓർ ദ ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ഓർ ലോങ് ഷൂട്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ലാറ്ററൽ ബ്രാഞ്ചസ് ഈ ഒരു മെയിൻ ആക്സിസിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ മെയിൻ ആക്സിസിൽ നിന്നും വരുന്ന ആ ഒരു ബ്രാഞ്ചസിനെയാണ് പ്രൈമറി ലാറ്ററൽസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ലോങ് ഷൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം അൺലിമിറ്റഡ് ഗ്രോത്ത് ഉള്ള ബ്രാഞ്ചസ് ആണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന പേര് വന്നത്. കൂടാതെ ലോങ് ഷൂട്ട്സ് ആണ്, അതുകൊണ്ട് അവരെ ലോങ് ഷൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫോം ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ്, അതുകൊണ്ട് തന്നെ അവരെ പ്രൈമറി ലാറ്ററൽസ് എന്നും പറയുന്നുണ്ട്. ഈ പ്രൈമറി ലാറ്ററൽസിൽ എന്തൊക്കെയുണ്ടെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ദേ ബിയർ ഫ്ലാറ്റൻഡ് സ്റ്റെറൈൽ ആൻഡ് ലീഫ് ലൈക്ക് സെക്കൻഡറി ലാറ്ററൽസ് ആൻഡ് സ്ഫെറിക്കൽ ബോഡീസ് കാൾഡ് എയർ ബ്ലാഡേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള പ്രൈമറി ലാറ്ററൽസ് മെയിൻ ആക്സിസിൽ നിന്ന് ഫോം ചെയ്ത ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള പ്രൈമറി ലാറ്ററൽസിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലീഫ് ലൈക്ക് സെക്കൻഡറി ലാറ്ററൽസ് ഫോം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഫ്ലാറ്റൻഡ് സ്റ്റെറൈൽ ലീഫ് ലൈക്ക് ആണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി ലാറ്ററൽസിൽ നിന്നും സ്റ്റെറൈൽ ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സെക്കൻഡറി ലാറ്ററൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അറൈസ് ചെയ്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല അവിടെയുള്ള സ്ഫെറിക്കൽ ബോഡീസിനെ പറയുന്ന പേരാണ് എയർ ബ്ലാഡേഴ്സ്. അതുകൂടാതെ പ്രൈമറി ബ്രാഞ്ചസ് അല്ലെങ്കിൽ പ്രൈമറി ലാറ്ററൽസിൽ നിന്നും അറൈസ് ചെയ്ത് വരുന്ന സ്ഫെറിക്കൽ ബോഡീസിനെ പറയുന്ന പേരാണ് എയർ ബ്ലാഡേഴ്സ്. The secondary laterals are also called leaves because of their simple flattened rod with midrib. അത് സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി ലാറ്ററൽസ് എന്ന് വരുന്ന ആ ഒരു സെക്കൻഡറി ലാറ്ററൽസ് എന്ന് പറയുന്നത് ലീഫ് തന്നെയാണ്. കാരണം ആ ലീഫ് ഷേപ്പിലാണ് മിഡ്രിബ്സും എല്ലാം ഉള്ള ഒരു ലീഫ് ആയിട്ടുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറിലാണ് അത് അറൈസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ലാറ്ററൽസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലീഫാണ്. ഇപ്പോൾ നമ്മൾ ലീവ്സ് വരെ പറഞ്ഞു. ഇനി ലീവ്സിലുള്ളതെന്ന് പറയുന്നത് ഒരുപാട് ഡോട്ട്സ് ആണ്. അപ്പോൾ ലീവ്സിലുള്ള ഡോട്ട്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയോൾസ്. അവരുടെ സർഫസിൽ ഒരുപാട് ഡോട്ട്സ് പ്രസന്റ് ആണ്. ഈ ഡോട്ട്സ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ആയിട്ടുള്ള കോൺസെപ്റ്റിക്കിൾസിന്റെ ഓപ്പണിങ്സ് ആണ്. സോ ദേ ആർ ദ ഓപ്പണിങ്സ് ഓഫ് ദ സ്റ്റെറൈൽ കോൺസെപ്റ്റിക്കിൾസ്. ആൻഡ് ഓൾസോ ദർ ആർ എയർ ബ്ലാഡേഴ്സ് വിച്ച് ഈസ് ഹോളോ എയർ ഫിൽഡ് ബോഡീസ് വിച്ച് ഗീവ് ബയോൺസി ടു ദ പ്ലാന്റ് വൈൽ ഫ്ലോട്ടിംഗ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബയോൺസി കിട്ടാനായിട്ട് എയർ ഫിൽഡ് ബോഡീസ് ഉണ്ട്. അത് ഹോളോ എയർ ഫിൽഡ് ബോഡീസ് ആണ്. അവർ പറയുന്നത് എയർ ബ്ലാഡേഴ്സ്
ആണ്. സോ എയർ ബ്ലാഡേഴ്സ് പ്രസന്റ് ആണ്. എയർ ബ്ലാഡേഴ്സ് എന്ന് പറയുന്നത് ഹോളോ എയർ ഫിൽഡ് ആയിട്ടുള്ള ബോഡീസ് ആണ്. ആൻഡ് ഗീവ്സ് ദ ബയോൺസി ടു ദ പ്ലാന്റ്സ് വൈൽ ഫ്ലോട്ടിംഗ്. ആൻഡ് ദ പ്രൈമറി laterals also be a long repeatedly branched cylindrical or flattened structures called receptacles. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ലാറ്ററൽസിൽ സെക്കൻഡറി ലാറ്ററൽസ് ഉണ്ട്, അത് ലീവ്സ് ആണ്. ലീവ്സിൽ എന്തുണ്ട്? ഓസ്റ്റിയോൾസ് ഉണ്ട്, പിന്നെ എയർ ബ്ലാഡേഴ്സ് ഉണ്ട്. ഇനി പ്രൈമറി ലാറ്ററൽസ് വേറൊരു ഇതായിട്ട് മാറുന്നുണ്ട്, അതെന്ന് പറയുന്നത് ലോങ് റിപ്പീറ്റഡ്ലി ബ്രാഞ്ച്ഡ് സിലിണ്ട്രിക്കൽ ഫ്ലാറ്റൻ സ്ട്രക്ചേഴ്സ് ആണ്. അവരെ പറയുന്ന പേര് റിസെപ്റ്റിക്കിൾസ് എന്നാണ്. അപ്പോൾ റിസെപ്റ്റിക്കിൾസും പ്രൈമറി ലാറ്ററൽസിൽ ബിയർ ചെയ്തിട്ടുണ്ട്. ബോൺ ഓൺ ദ റിസെപ്റ്റിക്കിൾസ് ആർ മെനി ഫെർട്ടൈൽ ഫ്ലാഷ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് കാൾഡ് കോൺസെപ്റ്റിക്കിൾസ് ബിയറിംഗ് ദ സെക്സ് ഓർഗൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റെറൈൽ ആയിട്ടുള്ള കോൺസെപ്റ്റിക്കിൾസിന്റെ ഓപ്പണിംഗ്സ് ആണ് ലീവ്സിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോൾസ് എന്ന് പറയുന്നത്. ഈ ഈ കോൺസെപ്റ്റിക്കിൾസ് ഉണ്ടാവുന്നത് എവിടെയാണ്? റിസെപ്റ്റിക്കിൾസിലാണ്. അപ്പോൾ റിസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റിക്കിൾസ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിക്കിൾസ് ബിയർ ചെയ്ത് എന്താണ് കോൺസെപ്റ്റിക്കിൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സെക്സ് ഓർഗൻസ് ബിയർ ചെയ്തിട്ടുള്ള സ്പേസ് ആണ് ഈ ഒരു കോൺസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. അതുള്ള സ്ഥലമാണ് റിസെപ്റ്റിക്കിൾസ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ലീവ്സിൽ എന്തുണ്ട്? ലീവ്സിൽ ഒരുപാട് ഡോട്ട്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഓസ്റ്റിയോൾസ് ആണ്. ആ ഓസ്റ്റിയോൾസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറൈൽ കോൺസെപ്റ്റിക്കിൾസിന്റെ ഓപ്പണിങ്സ് ആണ്. അത് മാത്രമല്ല പ്രൈമറി ലാറ്ററൽസിൽ ലീവ്സ് അല്ലാതെ വേറെ എന്തുണ്ട്? റിസെപ്റ്റിക്കിൾസ് ഉണ്ട്. ഈ റിസെപ്റ്റിക്കിൾസിൽ എന്താണുള്ളത്? കോൺസെപ്റ്റിക്കിൾസ് ആണുള്ളത്. കോൺസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? സെക്സ് ഓർഗൻസിനെ ബിയർ ചെയ്തേക്കുന്ന പാർട്ടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ പാർട്ട് എവിടെയാണുള്ളത്? പ്രൈമറി ലാറ്ററൽസിൽ ഉള്ള റിസെപ്റ്റിക്കിൾസിലെ കോൺസെപ്റ്റിക്കിൾസ് അല്ലെങ്കിൽ റിസെപ്റ്റിക്കിൾസിലാണുള്ളത്. റിസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ ഫ്ലാഗ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഈ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫ്ലാഗ് ഷേപ്ഡ് റിസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിലുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഫ്ലാഗ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് കോൺസെപ്റ്റിക്കിൾസ്. ഈ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിന്റെ അകത്താണ് എന്തുള്ളത്? സെക്സ് ഓർഗൻസ് ഉള്ളത്. ഇനി നമ്മൾ ആക്സിസിന്റെ ഡിഫറൻസിയേഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ താലസിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അടുത്ത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ആക്സിസ് ആണ്. ആക്സിസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. അപ്പോൾ ആക്സിസ് 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് എപ്പിഡെർമിസ് ഓർ മെരിസ്റ്റോഡേം, സെക്കൻഡ് വൺ ഈസ് കോർട്ടെക്സ്, തേർഡ് വൺ ഈസ് മെഡുല. എപ്പിഡെർമിസ്, കോർട്ടെക്സ്, മെഡുല നമുക്ക് കോമൺ ആണ്. അപ്പോൾ എപ്പിഡെർമിസിന് ഇവിടെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേര് മെരിസ്റ്റോഡേം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എപ്പിഡെർമിസ് അല്ലെങ്കിൽ മെരിസ്റ്റോഡേം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഔട്ടർമോസ്റ്റ് ലെയർ കമ്പോസ്ഡ് ഓഫ് ക്ലോസ്ലി പാക്ഡ് ആൻഡ് തിൻ വേൾഡ് പാരങ്കൈമ സെൽസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ക്രൊമാറ്റോഫോഴ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ക്രൊമാറ്റോഫോഴ്സ് ആരിലുണ്ട്? എപ്പിഡെർമിസിലുണ്ട്. അതെന്താണ് ക്രൊമാറ്റോഫോഴ്സ്? പേര് കേട്ടാൽ തന്നെ അറിയാം, അത് ഫോട്ടോസിന്തസിസ് പർപ്പസിനുള്ളതാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ലി പാക്ഡ് പാരങ്കൈമ സെൽസ് കൊണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. പിന്നെ കോർട്ടെക്സ് എന്ന് പറയുന്നത് നല്ല ബൾക്കി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് മേഡ് ഓഫ് തിൻ വാൾഡ് പാരങ്കൈമ സെൽസ്. ഇവിടെയും തിൻ വാൾഡ് പാരങ്കൈമ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. തേർഡ് വൺ വാസ് ദ മെഡുല. മെഡുല എന്ന് പറയുന്നത് നാരോ സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ആൻഡ് ഓൾസോ തിക്ക് വാൾഡ് ആണ്. ആൻഡ് ഈ മെഡുലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. സോ എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ എന്തായാലും പ്രൊട്ടക്ഷൻ ആൻഡ് ആൾസോ ഫോട്ടോസിന്തറ്റിക് പർപ്പസ്. ആൻഡ് കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. മെഡുലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. And the leaf is very flat and has some same structures as that of the axis. It is also differentiated into മെരിസ്റ്റോഡേം, കോർട്ടെക്സ് ആൻഡ് മെഡുല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ആക്സിസിൻ്റെയാണ്. ആക്സിസിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഇനി നമ്മൾ പറയുന്നത് ലീഫിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ലീഫിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറും നമ്മുടെ ആക്സിസിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ പോലെ തന്നെയാണ് മെരിസ്റ്റോഡേം, കോർട്ടെക്സ്, മെഡുല. ഈ 3 പാർട്സ് ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. മെരിസ്റ്റോഡേം ഇവിടെ കവർ ചെയ്തേക്കുന്നത് തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ കൊണ്ടാണ് കവർ ചെയ്തേക്കുന്നത്. കോർട്ടെക്സ് ആണെങ്കിൽ ഈ ലീഫിന്റെ മേജർ പാർട്ടും കോർട്ടെക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മെഡുല എന്ന് പറയുന്നത് മിഡ്രിബ് റീജിയൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ആ റീജിയൻസ് മാത്രമാണ്. പിന്നെ മറ്റേല് നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ലീഫിനും മെയിൻ ആക്സിസിന്റെയും ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഡിഫറൻസിയേഷൻ സെയിം ആണ്, പക്ഷേ പർപ്പസസ് ഡിഫറെന്റ് ആണ്. So there are so many sterile concepticles called cryptoblast or cryptostomata. അപ്പോൾ നമ്മൾ അടുത്തത് പറയുന്നത് കോൺസെപ്റ്റിക്കിൾസിനെ കുറിച്ചാണ്. കോൺസെപ്റ്റിക്കിൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു ലീഫ് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിക്കിൾസ് ഉണ്ട്. കോൺസെപ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. അതിന് ക്രിപ്റ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോസ്റ്റോമാറ്റ എന്ന് പറയും. ദേ ആർ ഫ്ലാസ്ക് ഷേപ്ഡ്. അവിടെ പ്രത്യേകതകൾ ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ഹാവ് ആൻ എക്സ്റ്റേണൽ ഓപ്പണിംഗ് കാർഡ് ഓസ്റ്റിയോൾസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ഓസ്റ്റിയോൾസ്. ലീഫിലുള്ള സ്റ്റെറൈൽ കോൺസെപ്റ്റിക്കിൾസിന്റെ ഓപ്പണിങ്സ് ആണ്. അപ്പോൾ ആ ഡോട്ട് ലൈക്ക് ആയിട്ടാണ് ലീഫിൽ അത് കാണപ്പെടുന്നത്. പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോസ്റ്റൊമാറ്റയാണ് ഈ ഒരു എക്സ്റ്റേണൽ ഓപ്പണിങ്സ് ആയിട്ട് ഈ ലീവ്സിൽ കാണുന്നത്. ആൻഡ് ആൾസോ പാരാഫേസസ് ഉണ്ട്. പാരാഫേസസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ഹെയർസ് ആണ്.
ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എയർ ബ്ലാഡറിന്റെ സ്ട്രക്ചറാണ്. എയർ ബ്ലാഡറിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അവർക്ക് 2 റീജിയൻസ് ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മെരിസ്റ്റോഡേമും 2 കോർട്ടക്സും. അവിടെ മെഡില ആബ്സെന്റ് ആണ്. മെഡില എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്, പക്ഷെ ആ മെഡിലയ്ക്ക് പകരമായിട്ട് അവിടെ എന്തുണ്ട്, ഒരു എയർ ആൻഡ് ഗ്യാസസ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ മെരിസ്റ്റോഡേം സിംഗിൾ ലെയർഡ് ആണെങ്കിൽ കോർട്ടക്സ് ഇവിടെ മൾട്ടി ലെയർഡ് ആണ്. മൾട്ടി ലെയർഡ് ആയിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ആ ഒരു സ്പേസ് മെഡിലയ്ക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവരുടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോർട്ടക്സ് മൾട്ടി ലെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ സ്പേസിൽ ഗ്യാസസും എയർസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? താലസ് സ്ട്രക്ചർ പഠിച്ചു. താലസ് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഫിൻ്റെ സ്ട്രക്ചർ ആക്സിസിൻ്റെ മെയിൻ ആക്സിസിൻ്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് പഠിച്ചു. അതിനുശേഷം ലീഫിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ പഠിച്ചു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ നമ്മൾ മിക്സായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കാണ് എന്ന് കമ്പൈൻ ചെയ്താണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ റീപ്രൊഡക്ഷനിൽ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഈ ആൽഗെ ആയിട്ടുള്ള സർഗാസം ചെയ്യുന്നത്. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും, 2 എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒന്നുമില്ല, ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇറ്റ് ഈസ് ബൈ ദ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ. അത്രമാത്രം ഈ ഒരു എസ്സേ ടൈപ്പിൽ എഴുതിയാൽ മതി. ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കാനുള്ളത്. അപ്പോൾ ഫിഗേഴ്സ് വരയ്ക്കാനുള്ളതിൽ നമുക്ക് ഫസ്റ്റ് മെയിൽ കോൺസെപ്റ്റിക്കൽസിന്റെ VS വരയ്ക്കണം, ദെൻ ആന്ത്രിഡിയം പാരാഫേസസ് വരയ്ക്കണം, ഒരു ആന്ത്രോസോയിഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് വരയ്ക്കണം. അപ്പോൾ ആ ഫിഗേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം വരയ്ക്കണം. പിന്നെ ഒരു ഫീമെയിൽ കോൺസെപ്റ്റിക്കലിന്റെ ഫിഗറും വരയ്ക്കണം, ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വരയ്ക്കണം, ജെർമിനേഷനും സൈഗോട്ട് വരയ്ക്കണം. ഇത്രയും ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പോർഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് സിമ്പിളായിട്ടൊന്ന് പഠിക്കാം. Sexual reproduction is oogamous. The male and female sex organs are antheridia and oogonia respectively. അപ്പോൾ oogamous ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നതാണ് oogamous. അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗന് പറയുന്ന പേര് ആന്ത്രിഡിയ എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗന് പറയുന്ന പേര് oogonia എന്നാണ്. അപ്പോൾ ആന്ത്രിഡിയയും oogoniyയും. പിന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഫെർട്ടൈൽ കോൺസെപ്റ്റിക്കിൾസ് ആണ്. ഫെർട്ടൈൽ കോൺസെപ്റ്റിക്കിൾസ് നമ്മൾ പറഞ്ഞു ഫ്ലാസ്ക് ഷേപ്ഡ് ക്യാവിറ്റീസിലാണ് കാണുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു സ്ട്രക്ചേഴ്സിൽ. ഇനി ഫെർട്ടൈൽ കോൺസെപ്റ്റിക്കിൾസ് ഫീമെയിൽ ബ്രാഞ്ചസിലായിരിക്കും ബോൺ ചെയ്തേക്കുന്നത്. അത് ഓസ്റ്റിയോൾസ് ഓപ്പണിങ്സ് ഓസ്റ്റിയോൾസ് ആണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ മെയിലും ഫീമെയിലും കോൺസെപ്റ്റിക്കിൾസ് സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫെർട്ടൈൽ ആയിട്ടുള്ള കോൺസെപ്റ്റിക്കിൾസ് ബോൺ ചെയ്തേക്കുന്ന റിസെപ്റ്റിക്കിൾസിലാണ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഓസ്റ്റിയോൾസ് എന്ന ഓപ്പണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓസ്റ്റിയോൾസ് ഓപ്പണിങ്സ് ഉള്ള കോൺസെപ്റ്റിക്കിൾസ് മെയിലിൻ്റെതും ഉണ്ട് ഫീമെയിലിൻ്റെതും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കോൺസെപ്റ്റിക്കിൾസ് പ്രസന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആന്ത്രിഡിയം ആണ്. ആന്ത്രിഡിയം എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം. ആന്ത്രിഡിയം മെയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആന്ത്രിഡിയ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് ആന്ത്രിഡിയം എന്ന് പറയുന്നത്. ഇനി ആന്ത്രിഡിയ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ആന്ത്രിഡിയം ഈസ് എ സ്മാൾ ഓവോയിഡ് സ്ട്രക്ചർ സറൗണ്ടഡ് ബൈ എ 2 ലേയേർഡ് വാൾ. 2 ലേയേർഡ് വാളുള്ള ഒരു സ്മാൾ ഓവോയിഡ് സ്ട്രക്ചറാണ് ആന്ത്രിഡിയം എന്ന് പറയുന്നത്. ആ വോളിൽ ഔട്ടർ ആയിട്ട് എക്സോകൈറ്റും ഇന്നർ ആയിട്ടുള്ളത് എൻഡോകൈറ്റുമാണ് ആ ലേയേഴ്സ് എന്ന് പറയുന്നത്. ഔട്ടർ എന്ന് പറയുന്നത് ഫേം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അവർക്കുള്ളത്. പിന്നെ ജെലാറ്റിനസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു എൻഡോകൈറ്റ് ഇന്നർ ആയിട്ടുള്ള എൻഡോകൈറ്റിനുള്ളത്. 64 ആന്ത്രോസോയിഡ്സ് ഈ ഒരു ആന്ത്രിഡിയത്തിലുണ്ട്. അപ്പോൾ ഓരോ ആന്ത്രിഡിയത്തിലും 64 ആന്ത്രോസോയിഡ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. വെൻ ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ കോൺസെപ്റ്റിക്കിൾസ് ദ ആന്ത്രിഡിയം കംസ് ഔട്ട് ത്രൂ ദി ഓസ്റ്റിയോൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോൾസിൻ്റെ കൂടെയാണ് ഈ ഒരു 64 ആന്ത്രോസോയിഡ്സും എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ദി ആന്ത്രിഡിയൽ വോൾ ഗെറ്റ് ജെലാറ്റിനൈസ്ഡ് ആൻഡ് ആന്ത്രോസോയിഡ്സ് ആർ ലിബറേറ്റഡ്. ആ സമയത്ത് ഇന്നർ ആയിട്ടുള്ള ജെലാറ്റിനിയസ് എൻഡോകൈറ്റ് ആ ഒരു ആന്ത്രിഡിയൽ വാൾ എന്ത് ചെയ്യുന്നു, ജെലാറ്റിനൈസ്ഡ് ആയിട്ട് അത് ആന്ത്രോസോയിഡ്സിനെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആന്ത്രോസോയിഡ്സ് എങ്ങനെയാണ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നത്, അതെന്തിനാണ് അവിടെ ഒരു ജെലാറ്റിനസ് ലെയർ വാൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പം ആ ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള വാൾ എന്തിനാണ് ഉണ്ടായത്, അത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജെലാറ്റിനൈസ്ഡ് ആവാനാണ്. ജെലാറ്റിനൈസ്ഡ് ആവുമ്പോൾ ഈ 64 ആന്ത്രോസോയിഡ്സിനെയും ആന്ത്രിഡിയത്തിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ വോളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓസ്റ്റിയോൾസിൽ കൂടി ആ വോളിൽ കൂടി പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇത്രയാണ് ആന്ത്രിഡിയത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി അതിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് മെയിൽ കോൺസെപ്റ്റിക്കിൾസും ആന്ത്രിഡിയം പാരാഫേസിസും ആന്ത്രോസോയിഡും ഒരു ആന്ത്രോസോയിഡിൻ്റെ സ്ട്രക്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് oogoniyമാണ്. oogoniyത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതൊരു സെസൈൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് മാത്രമല്ല കോൺസെപ്റ്റിക്കിൾസിന്റെ ഫ്ലോറിൽ എംബഡഡ് ചെയ്തേക്കുന്ന സെസിൽ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലോറിൽ അത് എംബഡഡ് ആയാണ് ഇരിക്കുന്നത്. ആരുടെ ഫ്ലോറിലാണ് എംബഡഡ് ആയിരിക്കുന്നത്, കോൺസെപ്റ്റിക്കിൾസിന്റെ ഫ്ലോറിലാണ് എംബഡഡ് ആയിരിക്കുന്നത്. അതിൽ ഒറ്റ എഗ്ഗ് മാത്രമേ ഉള്ളൂ. എഗ്ഗ് അല്ലെങ്കിൽ ഓവം ഒറ്റ എഗ്ഗ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ.
ഇവിടെ സറൗണ്ടഡ് ആയിട്ട് 3 ലേയേഴ്സ് ആണുള്ളത്. 1 എക്സോകൈറ്റ്, 2 മീസോകൈറ്റ്, 3 എൻഡോകൈറ്റ്. ഏറ്റവും പുറത്തുള്ളത് ഔട്ടർ ആയിട്ടുള്ള എക്സോകൈറ്റ്, മിഡിൽ മീസോകൈറ്റ്, ഇന്നർ ആയിട്ടുള്ളത് തിൻ ആയിട്ടുള്ള എൻഡോകൈറ്റ്. അപ്പോൾ നമ്മൾ ആന്ത്രിഡിയം പഠിച്ച സമയത്ത് നമ്മൾ എത്ര ലേയേഴ്സ് ഉണ്ടായിരുന്നു? 2 ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഓഗോണിയം പഠിച്ച സമയത്ത് 3 ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഓഗോണിയം പഠിച്ച സമയത്ത് 3 ലേയേഴ്സ് ഏതൊക്കെയാണ്? എക്സോകൈറ്റ്, മീസോകൈറ്റ് ആൻഡ് എൻഡോകൈറ്റ്. അപ്പം ഇത്രയുമാണ് ഊഗോണിയത്തിലുള്ളത്. അപ്പോൾ ഊഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ ഓവം അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ എഗ്ഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഊഗോണിയ ഡിസ്ചാർജ് ചെയ്യുന്നതും ഓസ്റ്റിയോൾസിൽ കൂടെ തന്നെയാണ്. ഓസ്റ്റിയോൾസിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ഊഗോണിയം കോൺസെപ്റ്റിക്കൽസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എ ലോങ് ജെലാറ്റിനസ് ടാക്ക്. പിന്നെ അത് എക്സോകൈറ്റ് റപ്ചർ ചെയ്തിട്ട് ഊഗോണിയം ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഫെർട്ടിലൈസേഷനും സൈഗോട്ട് ജെർമിനേഷനും ഒക്കെ പറയും. അതിനുശേഷം ഫെർട്ടിലൈസേഷനും ഒക്കെ പറയും, സൈഗോട്ട് ജെർമിനേഷനും ഒക്കെ പറയും. അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മളുടെ ലൈഫ് സൈക്കിൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സൈക്കിൾ ഓഫ് ഫിഗറിൽ നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2N കണ്ടീഷൻ ആയിട്ടുള്ള സർഗാസം പ്ലാന്റ് ആണ്. 2N കണ്ടീഷൻ ആയിട്ടുള്ള സർഗാസം പ്ലാന്റ് റിസെപ്റ്റിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. മെയിൽ അത് ആന്ത്രിഡിയത്തിൽ നിന്നും മിയോസിസ് പ്രോസസ്സ് നടന്നിട്ട് ആന്ത്രോസോയിഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഓഗോണിയം മിയോസിസ് പ്രോസസ്സ് വഴി ഓവവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് രണ്ടും കൂടെ സിംഗമി അല്ലെങ്കിൽ ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും അതൊരു സർഗാസം പ്ലാന്റ് ആയിട്ട് മാറുന്നു. സിമ്പിളാണ്. നമുക്ക് അത് ഇത്രയും നമ്മൾ എസ് എ പഠിച്ചത് തന്നെ നമുക്ക് ആ ലൈഫ് സൈക്കിൾ വരയ്ക്കാൻ സിമ്പിളാണ്. പിന്നെ നമുക്ക് ഫീമെയിൽ കോൺസെപ്റ്റിക്കിൾസിൻ്റെയും പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ്റെയൊക്കെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കോൺസെപ്റ്റിക്കിൾസ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കോൺസെപ്റ്റിക്കിൾസിൻ്റെ ഫിഗർ പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ ജെർമിനേഷൻ ഓഫ് സൈഗോട്ടിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതെങ്ങനെയാണ് അതൊരു അപ്പർ സെല്ല് ലോവർ സെല്ല് ഉണ്ടാവുന്നത്, പിന്നെ എങ്ങനെയാണ് അത് റിപ്പീറ്റഡായിട്ട് ഡിവിഷൻ നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ ലൈഫ് സൈക്കിൾ വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. അഥവാ നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കുവാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇതാണ് സിംപിളി നമുക്ക് സർഗാസത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് എളുപ്പമായിട്ട് തന്നെ തോന്നും. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. കുറേ വാക്കുകളൊക്കെ ഓർത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചപ്പോൾ സിമ്പിളാണ്. പക്ഷേ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ബാക്കി ആൽഗേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും, തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോവും. അപ്പോൾ അതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പാടെന്ന് പറയുന്നത്. എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് പോർഷൻസ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. സ്റ്റഡി വെൽ.